എൻ്റെ പേര് ബിന്ദു. ഞാൻ കൂടരഞ്ഞിയിൽ നിന്ന് വരുന്നു. 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകന് 1 വർഷത്തോളമായിട്ട് വിസ തടസ്സമായിരുന്നു. ഒരു രാജ്യത്തേക്ക് വെച്ച് 2 പ്രാവശ്യം അവന് റിജക്ഷൻ വന്നു. അപ്പോൾ അവനിവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചത് മൂലം കുറേ മക്കൾക്ക് വിസ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനിവിടുന്ന് തേനും വെഞ്ചരിച്ച ഒലിവ് ഓയിലും വാങ്ങിക്കൊണ്ട് വന്ന് 2 മാസത്തോളം കഴിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ രാജ്യത്തോട്ട് വെച്ചു. അപ്പോൾ അവിടെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടി അവൻ അഡ്മിഷൻ കിട്ടി. അപ്പം കഴിഞ്ഞ ഡിസംബർ 2ാമത്തെ ആഴ്ച ഇവിടെ ഒന്ന് വിശുദ്ധയുടെ സിറ്റിസൺഷിപ്പ് കൊണ്ടുവന്ന് അന്ന് ഇവിടെ വന്ന് ഏകദിനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ബിന്ദുവിനെ ഈശോ അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ പേര് അഖിൽ എന്നാണ്. അഖിലിനെ ഈശോ അനുഗ്രഹിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ജനുവരി 17-ാം തീയതി വൈകുന്നേരത്തെ ശാലോം ദൈവജന ശുശ്രൂഷയിൽ അച്ഛൻ പറഞ്ഞു, അഖിലിനെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം 22-ാം തീയതി വൈകുന്നേരം അവൻ്റെ വിസ വന്നു. ഈശോ അതുപോലെ സാമ്പത്തികമായിട്ടും പോയി അടുത്ത ആഴ്ച ആൾ പോകും. കരകളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ എത്ര നാളായിട്ടുള്ള വിസ തടസ്സമാണെന്നറിയോ? ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം വഴി വന്നതാണെന്ന് അവനെ ധ്യാനം കൂടിയപ്പോൾ മനസ്സിലായി. ഇഞ്ചിച്ച് തേൻ കഴിച്ച് പ്രാർത്ഥിച്ചോടുകൂടിയാണ് അതിൻ്റെ തടസ്സങ്ങൾ മാറിയത് കേട്ടോ. പിന്നെ അത് ഭൗതികപരമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാം ഈശോ ഒരുക്കി തന്നു. അതുപോലെ എൻ്റെ കാലിൽ ഇങ്ങനെ കറുത്ത കളറായിരുന്നു, കാല് മൊത്തം പാദത്തേൽ. അപ്പോൾ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി. ഈശോയ്ക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, അതുപോലെ മിറാക്കിൾസ് മെഡൽ ഉപയോഗിക്കുന്നത് മൂലം ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തരുന്നുണ്ട്. ഈശോയ്ക്ക് 100 കോടി നന്ദി. സാമ്പത്തികപരമായിട്ട് ഒത്തിരി നല്ലൊരു കൈയോടി കൊടുത്തേ. കണ്ടോ, ഇതാണ് ഇത്. സാക്ഷ്യം പറയണം, നന്ദി പറയണം. ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ പോരാ. നമ്മളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം എന്നാണ് അച്ഛൻ ഇപ്പോൾ സ്ഥിരം പറയാറ്. പുതിയതായിട്ട് വന്നവർ കേട്ടിട്ടുണ്ടാവില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ഒരു മിറാക്കുലസ് മെഡൽ വാങ്ങി പേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുക, അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കുക. മനസ്സിലായോ? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ വെക്കുമ്പോൾ വർഷങ്ങളായി ലോൺ എടുത്തിട്ട് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ലോൺ അടച്ചു തീർക്കാൻ പറ്റുന്ന അത്ഭുതം സംഭവിക്കുന്നു. അല്ലെങ്കിൽ പൈസ പേഴ്സിൽ വരും, പക്ഷെ വരുന്ന പോലെ തന്നെ ചിലവാകും. ഇത് എവിടേക്ക് പോകണമെന്ന് അറിയില്ല, ഒന്നും ശേഖരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ മേഖലയിലൊക്കെ വലിയ വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ചേച്ചിയുടെ പോലെ കുറേ പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ട് ഒരാളൊക്കെ കയറി സാക്ഷ്യം പറയണേ കേട്ടോ. അപ്പോൾ ഈ ചേച്ചി കയറി സാക്ഷ്യം പറഞ്ഞതല്ലേ, മിറാക്കുലസ് മെഡൽ കൈവശം വെച്ചോടുകൂടി ഞങ്ങളുടെ മേഖലയിൽ അതാണ് എടുത്ത് അച്ഛൻ ചോദിച്ചത്. അതാണ് നമുക്കൊരു ബോധ്യം വരാം. ഏത് മേഖലയിലാണ് തടസ്സം മാറിയത്? സാമ്പത്തിക മേഖല. കണ്ടോ, ഒരുപാട് അനുഗ്രഹം കിട്ടും, പക്ഷെ ഒരു മേഖല, സാമ്പത്തിക മേഖലയിലെ തടസ്സം മാറാൻ വേണ്ടി ഒരു മിറാക്കുലസ് മെഡൽ പേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ.